ഇന്ന് രാവിലെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരാതെ കാശിക്കട്ടൻ പറയാം, അമ്മ ഞാനിന്ന് സ്റ്റേ ബാക്കാണ് ഈവനിങ്ങനെ പിക്ക് ചെയ്യാൻ വരണമെന്ന്. പെട്ടില്ലേ മോനെ. ആദ്യം ഞാനൊന്ന് ഞെട്ടി. വേറൊന്നുമല്ല, ആ ടൈമിൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ ചെന്ന് കാശിക്കുട്ടനെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് എഗെയിൻ ഷോപ്പിൽ വരാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. പക്ഷേ ഒരു നോ പറഞ്ഞ് അതങ്ങ് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് വന്നില്ല കേട്ടോ. ആ ടൈമിൽ ഞാൻ സ്കൂളിൽ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. നേരെ വെച്ച് പിടിച്ചു കാശിക്കുട്ടൻ്റെ ക്ലാസ്സിലേക്ക്, കാശിക്കുട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാശിക്കുട്ടൻ ദാ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു എന്നെ വെയിറ്റ് ചെയ്തിട്ട്. ഓടി വരുന്നാണ്ടാ. എന്തായാലും ഫസ്റ്റ് ടൈം ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, അപ്പോൾ കാശിക്കുട്ടന് കുഞ്ഞൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു ദേശിക്കുപ്പയിലേക്ക്, അതായത് കായംകുളത്തുള്ള കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ പുള്ളിക്കാരൻ അറിയുന്നത് ഞാൻ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നതെന്ന്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര വലുതായിരുന്നു. എന്നിട്ട് കാശിക്കുട്ടൻ്റെ സ്കൂളിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കാശിക്കുട്ടന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് ഓരോന്നായിട്ട് പുള്ളിക്കാരൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിലും കേട്ടോ. ഞാൻ പതിവ് പോലെ ഷാർജ തന്നെയാണ് കേട്ടോ. എനിക്ക് ഷാർജയോടാണ് ഒരു ചെറിയ ക്രൈസ്. പിന്നെ ഞാനൊരു ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ന്യൂലി ലോഞ്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ കാശിക്കുട്ടൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ബർഗർ ഇല്ലാതെ കാശിക്കുട്ടൻ്റെ ഒരു ജീവിതമേ ഇല്ല. അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ചിടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.